അങ്ങനെ നമ്മുടെ ആൽബിനോ സ്പോട്ടഡ് കാറ്റ് ഫിഷുകൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ടാങ്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ മീനുകൾ ഇടാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വർക്ക് എന്ന് പറയുന്നത് അതാണ്. അതുപോലെ തന്നെ നമ്മൾ 3 പാർട്ടായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 പാർട്ട് ഓൾറെഡി ഫിനിഷ് ആയി. ഇത് നമ്മുടെ അവസാനത്തെ പാർട്ടാണ്, പാർട്ട് 3 ആണ്. പിന്നെ നമ്മൾ ഓവർഫ്ലോ ഒക്കെ സെറ്റ് ചെയ്ത കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു വർക്ക് കുറേ നാളായിട്ട് പെൻഡിങ് ആയിട്ട് കിടക്കുകയായിരുന്നു. ഇവർക്ക് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ടാങ്ക് ഉണ്ടാക്കണം എന്നുള്ളത്. അങ്ങനെ ഫൈനലി നമ്മൾ ആ ഒരു പരിപാടി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് നമ്മളിപ്പോൾ ഇറക്കി വിടാനായിട്ട് പോണത് നമ്മുടെ കയ്യിലുള്ള വലിയ സൈസുകളെയാണ്. അതായത് 3 സ്പോട്ടഡ് കാറ്റ് ഫിഷുകളും അതുപോലെ തന്നെ ഒരു ആൽബിനോ കാറ്റ് ഫിഷും. ഇതാണ് നമ്മുടെ കയ്യിൽ ഇത്തിരി സൈസ് കൂടിയത്. അതിനെയാണ് നമ്മൾ ഇന്ന് ആദ്യം ഈ ടാങ്കിലേക്ക് ഇറക്കി വിടാനായിട്ട് പോണത്. ഈ കാണുന്ന 6 ടബ്ബുകളിലാണ് നമ്മുടെ ആൽബിനോ സ്പോട്ടഡ് കാറ്റ് ഫിഷുകൾ കിടക്കുന്നത്. ആൽബിനോകളും കിടക്കുന്നുണ്ട്, സ്പോട്ടഡുകളും കിടക്കുന്നുണ്ട്. പല ടബ്ബുകളിലായിട്ട് റാൻഡം ഇതായിട്ടാണ് കിടക്കുന്നത്. ഈ കാണുന്ന 6 ടബ്ബുകളിലാണ്. അവസാനത്തെ 2 ടബ്ബുകളിൽ കിടക്കുന്നത് നമ്മുടെ ഈ കാണുന്ന 2 ടബ്ബുകളിൽ കിടക്കുന്നത് നമ്മുടെ ആൽബിനോ പ്ലക്കോ ആണ്, സക്കർ മൗത്ത് കാറ്റ് ഫിഷുകളാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഇതിനകത്ത് കിടക്കുന്ന അവസാനത്തെ ടബ്ബുകളിൽ കിടക്കുന്നത് ഈ മീനുകളല്ല, മറ്റേ സക്കർ കാറ്റ് ഫിഷുകളാണ്. ഈ കാണുന്ന 6 ടബ്ബുകളിൽ മാത്രമാണ് നമ്മുടെ ആൽബിനോ സ്പോട്ടഡ് കാറ്റ് ഫിഷുകൾ കിടക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വലിയ സൈസുകൾ പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ആ ഒരു 3 ടബ്ബ് തുറന്നിട്ട് നമ്മളിപ്പോൾ വാട്ടർ ചേഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന ഇതിനകത്തേക്ക് നമ്മൾ ചെറിയ സൈസിനെയാണ് ഇടാനായിട്ട് പോകുന്നത്. അപ്പോൾ അവരെ നമ്മൾ ആ ടാങ്കിലേക്ക് ഇടുന്നില്ല, 4 എണ്ണത്തിന് മാത്രമാണ് ആ ഒരു ടാങ്കിലേക്ക് ഇടുന്നത്. ബാക്കി 5 ചെറിയ സൈസിനെ നമ്മൾ ഈ ടബ്ബുകളിൽ തന്നെ ഒറ്റയ്ക്ക് ഇടാനായിട്ടാണ് പോകുന്നത്. അങ്ങനെ വളർത്തി ആ വലിയ സൈസ് ആവുന്ന നേരത്ത് നമുക്ക്, അല്ലെങ്കിൽ ആ വലിയ സൈസുകളുടെ ആ ഒരു സെയിം സൈസ് ഉണ്ടല്ലോ, അതാവുന്ന സമയത്ത് നമുക്ക് ആ ടാങ്കിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഈ കാണുന്ന സ്ക്വയർ കണ്ടെയ്നർ ഉണ്ടല്ലോ, ഇതിലാണ് നമ്മൾ വലിയ കാറ്റ് ഫിഷുകളെ പിടിച്ച് ഇടാനായിട്ട് പോകുന്നത്. ചെറിയതിനെ നമ്മൾ ആ നേരത്തെ കാണിച്ച ചെറിയ കണ്ടെയ്നറുകളിലാണ് ഇടാനായിട്ട് പോകുന്നത്. നിങ്ങളെ ക്ലിയർ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ട്രാൻസ്പാരൻറ്റ് കണ്ടെയ്നറുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതേ നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്ത് വലുതിനെ എല്ലാം പിടിച്ചിട്ടുണ്ട്, ചെറുതിനെ നമ്മൾ പിടിച്ചിട്ടില്ല. ഈ ടബ്ബുകളിൽ തന്നെയാണ് ഇവരിപ്പോൾ കിടക്കുന്നത്. അപ്പോൾ വലുതുകൾ നമ്മൾ പിടിച്ച് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ടാങ്കിൽ കൊണ്ടിടാം. ഇതേ കണ്ടില്ലേ, ഇതിനകത്ത് നമ്മൾ 4 എണ്ണത്തിനെ പിടിച്ച് മാറ്റിയിട്ടുണ്ട്. വലിയ സൈസ് 3 സ്പോട്ടഡ് ആണ്, പിന്നെ ഒരെണ്ണം ആൽബിനോ ആണ്. ഈ ഒരു കണ്ടെയ്നറിൽ ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. കാരണം ഇനി നമുക്ക് ഇവരെ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റില്ല. കാരണം നമ്മുടെ പുതിയ ടാങ്കിൽ ആൽഗെ വെള്ളമാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ 2 കിണറിൽ നിന്ന് ഫ്രഷ് വെള്ളം അടിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ നമ്മൾ നമ്മുടെ ഓൾറെഡി നമ്മൾ മീനുകൾ കിടക്കുന്ന ടാങ്കിൽ നിന്ന് നമ്മൾ ഒരു 5-6 ബക്കറ്റ് വെള്ളം ടാങ്കിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആൽഗയുള്ള വെള്ളമായിരുന്നു ആ ടാങ്കിലുള്ളത്. അപ്പോൾ അതുകൂടി മിക്സ് ചെയ്ത് നമ്മളിപ്പോൾ കണ്ടീഷൻ ചെയ്യാൻ ഇട്ടേക്കാണ്. ഇപ്പോൾ അത് ഫുൾ പച്ചക്കളറിലാണ് ഇപ്പോൾ പുതിയ ടാങ്കിലെ വെള്ളം കിടക്കുന്നത്. ഇവരെ അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇവരെ കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങളെ ക്ലിയർ ആയിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ആഡ് ചെയ്യുന്നതിന് മുമ്പ്. കണ്ടില്ലേ, നല്ല ആക്റ്റീവായിട്ടുള്ള പീസുകളാണ്, അത്യാവശ്യം നല്ല സൈസുള്ള പീസുകളാണ്. അപ്പോൾ ആൽബിനോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്വയറ്റാണ്. ആ വെളുത്ത നിറത്തിലുള്ളതാണ് ആൽബിനോ. അതിൻ്റെ കണ്ണ് റെഡ് കളറാണ്. പിന്നെ മറ്റേത് സ്പോട്ടഡ് ആണ്, അതിൻ്റെ കണ്ണ് ബ്ലാക്ക് ആണ്. അതുപോലെ തന്നെ ശരീരത്തിൽ സ്പോട്ടുകളുണ്ട്. ഇതിൽ സ്പോട്ടഡ് കാറ്റ് ഫിഷുകൾ തന്നെയാണ് കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ളത്. അവർ ഭയങ്കര ആക്റ്റീവുമാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആൽബിനോ കുറച്ച് ക്വയറ്റാണ്. പക്ഷേ മറ്റവർ ഭയങ്കര അഗ്രസീവാണ്. തല ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇളക്കി പോകുന്നത് കണ്ടില്ലേ. മറ്റേത് നമ്മൾ ആദ്യം ഞാൻ പിടിച്ചിട്ടത് ആൽബിനോ ആയിരുന്നു. അത് വളരെ സൈലൻ്റ് ആയിട്ടാണ് കിടന്നിരുന്നത്. അതിനുശേഷം സ്പോട്ടഡുകളെ പിടിച്ചിട്ടപ്പോൾ അവർ ഭയങ്കരമായിട്ട് മൂവ്മെൻറ്റ് തന്നെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആൽബിനോ മൂവ് ചെയ്യുന്നതും ഈ സ്പോട്ടഡ് കാറ്റ് ഫിഷുകൾ മൂവ് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. അവർ കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള മൂവാണ് ഈ സ്പോട്ടഡ് കാറ്റ് ഫിഷുകളുടെ. ആൽബിനോകളുടെ ഭയങ്കര എന്താ പറയുക, കാമായിട്ടുള്ളൊരു മൂവ്മെൻറ്റാണ്. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ സൈസ് പെട്ടെന്ന് വെക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത് ആൽബിനോകളാണ്. മറ്റവർ അതായത് സ്പോട്ടഡ് കാറ്റ് ഫിഷുകൾ ആൽബിനോകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് സ്ലോ ഗ്രോത്ത് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇതുപോലെയായിരിക്കും. കാരണം ഇവർ ഭയങ്കര ആക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മെറ്റബോളിസം ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും, എനർജി കൂടുതൽ വേണം. അപ്പോൾ കഴിക്കുന്ന ഫുഡൊക്കെ ഇതേപോലെ ഈ ഒരു അഗ്രസീവ് സ്വഭാവം ഉള്ളത് കൊണ്ട് ആയിരിക്കാം അവർ പെട്ടെന്ന് ഇത് വയ്ക്കാത്തത്, അതായത് സൈസ് വയ്ക്കാത്തത്. ആൽബിനോകൾ കുറച്ച് ക്വയറ്റാണ്. അപ്പോൾ കഴിക്കുന്നത് ഫുൾ അവരുടെ ശരീരത്തിൽ തന്നെ പിടിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ ഗ്രോത്ത് കുറച്ച് ഫാസ്റ്റായിട്ട് വെക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുള്ള മീനുകളാണ്, അതേപോലെ തന്നെ നല്ല ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന മീനുകളും കൂടിയാണ്. നമ്മുടെ ഈ ടബ്ബിലായതുകൊണ്ടാണ് അവരത്ര ഗ്രോത്ത് വയ്ക്കാത്തത്, സ്ലോ ഗ്രോത്ത് ആയിട്ട് വന്നത്. പിന്നെ നമ്മൾ മൾട്ടിപ്പിൾ പീസുകളെ ഒരു ടബ്ബിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഇവരുടെ ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത്. ഇനി അങ്ങോട്ട് ആ പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഇവരെ നമ്മൾ മാറ്റി ഇനി എല്ലാ ടബ്ബുകളിലും, ബാക്കി 5 ടബ്ബുകളിലും ഒറ്റ പീസുകളെയാണ് നമ്മൾ ഇടുന്നത്. അവർ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഗ്രോത്ത് ആയിക്കോളും. ഇവരുടെ ഗ്രോത്ത് ആയി കഴിയുമ്പോൾ നമ്മൾ എല്ലാത്തിനെയും കൊണ്ട് ഈ ഒരു ടാങ്കിലിടും. അതാണ് നമ്മുടെ പ്ലാൻ. പിന്നെ ആ ടബ്ബുകളെല്ലാം കാലിയാകുമ്പോൾ അതിലേക്ക് ജയൻറ്റ് ഗൗരാമികളെ വാങ്ങിയിടാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേ നമ്മൾ വലിയ കാറ്റ് ഫിഷുകളെ എല്ലാം നമ്മുടെ മെയിൻ ടാങ്കിൻ്റെ അടുത്തേക്ക്, പുതിയ ടാങ്കിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ വെച്ചും കൂടി ഞാൻ കുറച്ച് നേരം കാണിക്കാം. അതിനുശേഷം നമുക്ക്
ടാങ്കിലേക്ക് ഇറക്കി വിടാം. ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവരെ കാണാനായിട്ട് പറ്റില്ല. പിന്നെ വല്ലപ്പോഴൊക്കെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ഫീഡിംഗ് ഒക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. ഫീഡിങ്ങിൻ്റെ സമയത്തൊക്കെ നമ്മൾ കാണിക്കാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ വാട്ടർ ചേഞ്ച് ഒന്നും ഫ്രീക്വൻ്റ് ആയിട്ട് ഉണ്ടാവില്ല. വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് നമ്മൾ ഗ്രോത്ത് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കാണിക്കാം. ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ സൈഫൺ കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് അതിൻ്റെ ആ ഒരു വാട്ടർ ലെവൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്ലോസപ്പ് ആയിട്ട് കാണിച്ചത്. നമ്മുടെ ആ കറക്റ്റ് ലെവലിന് തന്നെ അത് വാട്ടർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഈ ഒരു സൈഫൺ. മഴക്കാലം ആയതുകൊണ്ട് നിർബന്ധമായിട്ടും തന്നെ എല്ലാ ടാങ്കുകളിലും ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചെയ്യുക. പിന്നെ നമ്മുടെ ആൽബിനോ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകളുടെ ടോട്ടൽ കൗണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ 5 സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകളാണ് ടോട്ടൽ ഉള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ആൽബിനോ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ 5 എണ്ണം ഇല്ല, നമ്മുടെ കയ്യിൽ 4 എണ്ണേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരെണ്ണത്തിനും കൂടി അഡീഷണൽ വാങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്, ജസ്റ്റ് ആ കൗണ്ട് ഒന്ന് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെ നമ്മൾ ടബിൽ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ 6 ടബുകളുണ്ട്. 5 ടബിലേക്കാണ് ഇപ്പോൾ ചെറിയ പീസുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ടബ് എക്സ്ട്രാ വരുന്നുണ്ട്. ആ ഒരു ടബിലേക്ക് നമ്മൾ പുതിയൊരു ചെറിയ ആൽബിനോ ക്യാറ്റ് ഫിഷിൻ്റെ കുഞ്ഞിനെ വാങ്ങി ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ടബുകളിലുള്ളതെല്ലാം ഈ ഒരു സൈസ് ആകുമ്പോൾ നമ്മളെല്ലാത്തിനെയും കൊണ്ടുവന്ന് ഈ ഒരു ബാക്കി 6 എണ്ണത്തിന് 5 എണ്ണത്തിന് അല്ലെങ്കിൽ 6 എണ്ണത്തിനെ കൊണ്ടുവന്ന് ഈ ഒരു ടാങ്കിലേക്ക് ഇവരുടെ കൂടെ ഇടാനാണ് പ്ലാൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് ഭാവിയിൽ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സെപ്പറേറ്റ് ഇടാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് ആൽബിനോ സ്പോട്ടിനും കൂടി ഒരുമിച്ചിടാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. രണ്ടിനും സെപ്പറേറ്റ് ടാങ്കുകളാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവരെ കുറച്ച് നാൾ ഒരുമിച്ച് ഈ ഒരു ടാങ്കിലിട്ട് കുറച്ച് സൈസ് ആകുമ്പോൾ പിന്നീട് നമ്മൾ സെപ്പറേറ്റ്, കാരണം ഇതിനകത്ത് ഇപ്പോൾ ഫ്യൂച്ചറിൽ വരാനായിട്ട് പോകണം. ഇപ്പോൾ ഇവർ 4 പേരെയാണ് നമ്മളിപ്പോൾ കറൻ്റ് ഇതിനകത്തേക്ക് ഇടാനായിട്ട് പോകുന്നത്. ബാക്കി ടബുകളിലുള്ള കൂടി ഇതിനകത്തേക്ക് വരുമ്പോൾ ടോട്ടൽ കൗണ്ട് എന്ന് പറയുന്നത് 10 ഈ ഒരു ടാങ്കിനകത്ത് വരാനായിട്ട് പോകുന്നത്. 10 എണ്ണത്തിന് കിടക്കാനുള്ള സ്പേസ് ഇതിനകത്തില്ല. കുറച്ച് സൈസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 എണ്ണത്തിനൊക്കെയാണ് നമുക്ക് മാക്സിമം. ഇത്തിരി സൈസായി കഴിഞ്ഞാൽ 6 എണ്ണൊക്കെയാണ്. ഫ്രീ ആയിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ 6 എണ്ണത്തിൻ്റെ ആ ഒരു കൗണ്ടാണ് നല്ലത്. അപ്പോൾ പിന്നെ ഇവരെ സെപ്പറേറ്റ് ടാങ്കിൽ ഇടുന്നതാണ് നല്ലത്. കണ്ടില്ല, ഓവർഫ്ലോ കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ഒരു കണ്ടെയ്നർ അതിലേക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ കണ്ടില്ല, എക്സസ് ആയിട്ടുള്ള വാട്ടർ പുറത്തേക്ക് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടെയ്നറിലുള്ള വെള്ളം ഇതിലേക്ക് ഒഴിക്കുമ്പോൾ വീണ്ടും വെള്ളം പുറത്തേക്ക് പോകാനായിട്ട് തുടങ്ങും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഭാവിയിൽ ഇവരെ സെപ്പറേറ്റ് ആക്കും. കാരണം 10 എണ്ണത്തിന് ഇതിനകത്ത് ഫ്രീ ആയിട്ട് നടക്കാനുള്ള സ്പേസ് ഇല്ല, കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്പേസ് ആണ്. ഈ ഒരു സൈസ് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു സൈസിൽ നമുക്ക് 10 എണ്ണം വരെയൊക്കെ ഇടാം. പക്ഷേ ഈ സൈസിൽ നിന്ന് ഇത് എനിക്ക് തോന്നുന്നു ഒരടിക്ക് മേലെയൊക്കെ പോവും. കൃത്യമായിട്ട് എനിക്ക് അറിയില്ല ഇതിൻ്റെ സൈസ് എത്രയാണെന്നുള്ളത്. ഞാൻ മുമ്പ് പലരോടും ചോദിച്ചിരുന്നു കമൻറ്റ് സെക്ഷനിൽ പറയാനായിട്ട് ഇതിൻ്റെ മാക്സിമം സൈസ് എത്രയാണെന്ന്. ആർക്കും അറിയില്ല. 1 ഫീറ്റ് വരെയൊക്കെ എന്തായാലും, ചിലർ പറഞ്ഞത് 2 ഫീറ്റ് വരെയൊക്കെ ആവുമെന്നാണ്, എനിക്ക് ഉറപ്പില്ല. എന്തായാലും 1-1.5 അടി വരെയൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 എണ്ണത്തിനൊക്കെയാണ് നമുക്ക് ഈ ഒരു ടാങ്കിൽ ഇടാനായിട്ട് മാക്സിമം പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വെറൈറ്റിയെ മാത്രമാണ് ഈ ഒരു ടാങ്കിൽ ഇടാൻ പറ്റുന്നത്, ഒന്നുകിൽ ആൽബിനോ അല്ലെങ്കിൽ സ്പോട്ടഡ്. അപ്പോൾ ഏതെങ്കിലും ഒരു വെറൈറ്റിക്ക് നമ്മൾ പുതിയൊരു ടാങ്ക് സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ പ്ലാൻ. നമ്മൾ തീർച്ചയായിട്ടും വേറൊരു ടാങ്ക് സെറ്റ് ചെയ്യും. അങ്ങനെ ഫ്യൂച്ചറിൽ നമ്മൾ രണ്ടിനെയും സെപ്പറേറ്റ് ടാങ്കുകളിൽ ഇടാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. കണ്ടില്ലേ, നമ്മളിപ്പോൾ ഇതിലേക്ക് ഇറക്കി വിട്ടു. നിങ്ങൾ വെള്ളം കണ്ടില്ലേ, വെള്ളം നല്ല അടിപൊളിയായിട്ട് കണ്ടീഷൻ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കിണറ്റിലെ വെള്ളവും നമ്മുടെ ടാങ്കിലെ വെള്ളം, ഓൾറെഡി കിടക്കുന്ന നമ്മുടെ മെയിൻ ടാങ്കിലെ വെള്ളം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ ഫോഴ്സിൽ വെള്ളം അടിച്ചാണ് നമ്മൾ നിറച്ചത്. അതുകൊണ്ട് തന്നെ കണ്ടില്ലേ, മിക്സായി നല്ല രീതിയിൽ ഓക്സിജനും കാര്യങ്ങളൊക്കെ ഡിസോൾവ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, പതഞ്ഞ് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നല്ല രീതിയിൽ വെയിലും ചൂടും ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫോട്ടോസിന്തസിസ് കാര്യങ്ങളെല്ലാം നടക്കുന്നത് കൊണ്ടാണ് ആ പത ഇങ്ങനെ കിടക്കുന്നത്. ഇനിയിപ്പോൾ പെട്ടെന്ന് മഴ വരികയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സ്, ഇതിനകത്തുള്ള നൈട്രജൻ സൈക്കിൾ കാര്യങ്ങളെല്ലാം സ്ലോ ആവും. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ മീനുകളെ കൊണ്ട് ഇറക്കിയത്. കാരണം ചൂടുള്ള സമയത്തും തണുപ്പ് കാലത്തും ഈ വെള്ളത്തിൻ്റെ കണ്ടീഷനിങ് എന്ന് പറയുന്നത് ചൂടുകാലത്ത് കുറച്ച് ഫാസ്റ്റാണ്, മഴക്കാലത്ത് സ്ലോ ആണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് മീനുകളെ കൊണ്ട് ഇടുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് നമ്മൾ ഈ 4 മീനുകളെയും എത്രയും പെട്ടെന്ന് തന്നെ കൊണ്ടുവന്ന് ഇട്ടത്. ഇനി വെള്ളം അടിപൊളിയായിട്ട് കണ്ടീഷനായിട്ട് തന്നെ കിടന്നോളും. ചൂടാണ് ഇനി വരുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ചില ദിവസങ്ങളിലൊക്കെ നല്ല ചൂടുണ്ട്. ഇപ്പോൾ ഇന്ന് ചൂടുണ്ട്, നമുക്കറിയില്ല അടുത്ത ദിവസങ്ങളിൽ മഴയാണോ ഇനി വെയിലാണോ വെയിലാണ് വരണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ആൽഗയുടെ ഗ്രോത്ത് വല്ലാതെ ബൂസ്റ്റ് ആവും. പിന്നെ വെള്ളം നല്ല കണ്ടീഷനായിട്ട് ഫിൽറ്ററൊക്കെ ആയിട്ട് നാച്ചുറൽ ഫിൽട്രേഷനൊക്കെ നടന്ന് ഓക്കെ ആയിട്ട് കിടന്നോളും. മഴയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആൽഗ ഗ്രോത്ത് കുറവായിരിക്കും, എങ്കിലും ഫ്രഷ് വാട്ടർ നിറഞ്ഞ് നല്ല അടിപൊളിയായിട്ടുള്ള റെയിൻ വാട്ടർ ഇതിനകത്ത് നിറഞ്ഞ് റീസൈക്കിളായി പൊക്കോളും. പിന്നെ ഈ ക്യാറ്റ് ഫിഷുകൾക്കൊന്നും അങ്ങനെ റെയിൻ വാട്ടർ പ്രശ്നമുള്ള മീനുകളല്ല. അവർ അടിപൊളിയായിട്ട് മഴക്കാലത്തൊക്കെ നിൽക്കുന്ന മീനുകളാണ്. ഓസ്കാർ പോലുള്ള മീനുകളെയൊന്നും നമുക്ക് ഇതുപോലെ വളർത്താൻ പറ്റില്ല മഴവെള്ളം വീഴുന്ന ടാങ്കുകളിൽ. തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു സമയത്ത് പണി കിട്ടും, അത് 100% ഉറപ്പാണ്. ഓസ്കാർ, സിക്ലിഡ് വെറൈറ്റിയിൽ പെട്ട മീനുകളെയാണ് നമ്മൾ ഇതുപോലെ മഴവെള്ളം വീഴുന്ന ഡയറക്റ്റ് വീഴുന്ന ടാങ്കുകളിൽ വളർത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പണി വരാൻ സാധ്യതയുണ്ട്. അതേസമയം ജയൻറ്റ് ഗൗരാമി, ക്യാറ്റ് ഫിഷുകൾ, ഇതുപോലെ ആൽബിനോ ക്യാറ്റ് ഫിഷ്, സ്പോട്ടഡ് ക്യാറ്റ് ഫിഷ്, വാഹകൾ, ഇവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല മഴവെള്ളം വീഴുന്ന ടാങ്കുകളിൽ. പിന്നെ നമ്മൾ ഇപ്പോൾ മുകളിലേക്ക് വന്നിട്ടുണ്ട്. മറ്റേ ടാങ്കിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫിനിഷ് ചെയ്തു, കവറൊക്കെ ചെയ്ത് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മളിപ്പോൾ മുകളിൽ വന്നിരിക്കുകയാണ്. എന്നിട്ട് ചെറിയ മീനുകളെല്ലാം നമ്മൾ പിടിച്ചു. 2 സ്പോട്ടഡിനെയും പിടിച്ചു, അതുപോലെ തന്നെ 3 ആൽബിനോകളെയും പിടിച്ച് ആ ഒരു ചെറിയ കണ്ടെയ്നറിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങളെ കാണിക്കാം അവരുടെ സൈസും കാര്യങ്ങളെല്ലാം.
ഇനി നമ്മൾ ഓരോന്നിനെയും പിടിച്ച് ഓരോരോ ടബിൽ ഒറ്റയ്ക്ക് ഇടാനായിട്ട് പോവുകയാണ്. എല്ലാത്തിലും കാഭാഗം വെള്ളം നമ്മൾ നിറച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്ക് ഇടാൻ നേരത്തെ ഓരോ കണ്ടെയ്നർ എടുത്ത് ആ വെള്ളത്തോട് കൂടി ഈ മീനിനെ ഈ ടബിലേക്ക് ഇറക്കി വിടാം. 5 ടബുകളുണ്ട്, അവിടെ 5 മീനുകളും ഉണ്ട്. പിന്നെ ഈ ടബ് 6ാമത്തെ ടബാണ്. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ പുതിയതായിട്ട് വാങ്ങുന്ന ആൽബിനോ ക്യാറ്റ് ഫിഷിൻ്റെ കുഞ്ഞിനെ ഇടാനായിട്ട് പോണത്. ഞാൻ നേരത്തെ പറഞ്ഞു ഈക്വൽ കൗണ്ട് ആക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കയ്യിൽ 4 ആൽബിനോയേ ഉള്ളൂ. ഒരെണ്ണം വാങ്ങി ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ 5ആയി. സ്പോട്ടഡ് നമ്മുടെ കയ്യിൽ ഓൾറെഡി 5 എണ്ണം ഉണ്ട്. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് ബാലൻസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതേ ആദ്യത്തെ കണ്ടെയ്നറിൽ ഈ കിടക്കുന്ന സ്പോട്ടഡ് ആണ്. ഇപ്പോൾ 2 ചെറിയ സൈസിൽ ഇത്തിരി വലുപ്പമുള്ളത് ഇതാണ്. രണ്ടാമത്തെ കണ്ടെയ്നറിൽ കിടക്കുന്നത് കുറച്ച് ഇതിനേക്കാളും കുറച്ച് ചെറിയ സൈസാണ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് 2 എണ്ണത്തിൻ്റെ കൂടെ ഒരുമിച്ചാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ സൈസ് വളരെ ചെറുതായിരുന്നു, ഇപ്പോൾ വലുതായിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് തീരെ ചെറിയ സൈസാണ്. കാരണം ഇതിൻ്റെ കൂടെ ഒരു വലുത് കിടക്കുന്നുണ്ടായിരുന്നു, അതിനെ നമ്മളിപ്പോൾ ആ ടാങ്കിലേക്ക് മാറ്റി. അപ്പോൾ അത് കണ്ടില്ലേ, ആ വലുതിന് വലിപ്പം വയ്ക്കുന്നുണ്ടായിരുന്നു, ഈ ചെറുത് ഇങ്ങനെ മുരടിച്ച് നിൽക്കുകയാണ്. ഇനിയുള്ളത് നമ്മുടെ ആൽബിനോ ക്യാറ്റ് ഫിഷുകളാണ്. ഇത് ഒരു 2ാമത്തെ സൈസാണ്, ഉള്ളയിൽ വെച്ച് 2ാമത്തെ വലിപ്പമുള്ള സൈസ്. അടുത്ത കണ്ടെയ്നറിൽ കിടക്കുന്നതാണ് വലിപ്പമുള്ളത് ഉള്ളയിൽ വെച്ച്. കണ്ടില്ല, ആൾ നല്ല ക്വയറ്റായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. അത്യാവശ്യം വണ്ണം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വലിപ്പം വെച്ചിട്ടില്ല, ഒരുമിച്ച് കിടക്കുന്നത് കൊണ്ടാണ്. ഇതാണ് ആൽബിനോ ക്യാറ്റ് ഫിഷുകളിലെ ചെറുതുകളിൽ ഏറ്റവും വലിപ്പം കൂടിയത്. ഇവർ 3 പേരും ഒരു കണ്ടെയ്നറിലാണ് കിടക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇവരുടെ ഗ്രോത്ത് പെട്ടെന്ന് തന്നെ വയ്ക്കാതിരുന്നത്. കണ്ടില്ലേ, ഇത് ഏറ്റവും ചെറിയ സൈസ് എന്ന് പറയാൻ പറ്റില്ല, നേരത്തെ ആദ്യം കാണിച്ചതുമായിട്ട് ഈക്വൽ സൈസാണ്. ഇത് 2 എണ്ണം ഏകദേശം ഒരേ സൈസാണ്. തൊട്ട് മുമ്പ് കാണിച്ചതാണ് കുറച്ച് വലുപ്പമുള്ള സൈസ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവരുടെ ഗ്രോത്തിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. കാരണം എല്ലാവർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്പേസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ടബുകൾ കിട്ടുകയാണ്. അപ്പോൾ ഒറ്റയ്ക്ക് കിടന്ന് ഫുഡൊക്കെ കഴിച്ച് വേറെ സ്ട്രെസ്സോ കാര്യങ്ങളൊന്നുമില്ല. കണ്ടില്ലേ, എല്ലാവർക്കും ഒറ്റയ്ക്ക് സെപ്പറേറ്റ് ടബുകളിൽ ഒരു സ്ട്രെസ്സും ഇല്ലാണ്ട് അവർക്ക് കിടക്കാം. പിന്നെ ഗ്രോത്ത് സൂപ്പർ ഫാസ്റ്റ് ഒന്നും ആയിരിക്കില്ല, എങ്കിലും ഇവർ പയ്യെ നമ്മൾ നേരത്തെ കാണിച്ച ആൽബിനോനെ കണ്ടില്ലേ, നമ്മൾ ആ ടാങ്കിലിട്ടത്, അതൊക്കെ ഈ ഒരു ടബിൽ കിടന്നിട്ട് തന്നെയാണ് ആ ഒരു സൈസിലേക്ക് ആയിട്ടുള്ളത്. ഒറ്റയ്ക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്നതൊക്കെ പെട്ടെന്ന് തന്നെ വലുതാവും, അത്യാവശ്യം നല്ല രീതിയിൽ ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഏറ്റവും വലിപ്പം കൂടിയ ആൽബിനോനെയാണ് നമ്മൾ ഈ ഫസ്റ്റ് കണ്ടെയ്നറിൽ ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് 2ാമത്തെ വലിപ്പമുള്ളത് അതിനെ ഇടാം. 2ാമത്തെ അല്ല, ബാക്കി 2 എണ്ണം ഏകദേശം ഒരേ സൈസാണ്. അപ്പോൾ അതിൻ്റെ 2 എണ്ണത്തിനെയും നമുക്ക് അടുത്ത കണ്ടെയ്നറിലേക്ക് ഇറക്കി വിടാം. അപ്പോൾ നമ്മൾ ഈ ലൈറ്റിനോട് കൂടുതൽ ക്ലോസ് ആയി നിൽക്കുന്ന ടബുകളിലേക്കാണ് ഇപ്പോൾ ആൽബിനോകളെ നമ്മൾ ഇട്ടിട്ടുള്ളത്. ഓപ്പോസിറ്റ് സൈഡിൽ അവിടെ കുറച്ച് ഷെയ്ഡുള്ള ഏരിയയാണ്, അതിലേക്കാണ് നമ്മൾ സ്പോട്ടഡുകൾ ഇടാനായിട്ട് പോണത്. നല്ല രീതിയിൽ ആൽഗയൊക്കെ അടിച്ച് കിടക്കുന്ന ടബുകളാണ്, അതുകൊണ്ട് തന്നെ അവർ കംഫർട്ടബിളാണ്. ഇപ്പോൾ നമ്മൾ വെള്ളം നിറച്ച് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ വെള്ളം ഗ്രീൻ കളറിലേക്ക് വരും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആംബിയൻസ് ആണ് ഇവർക്ക് കൂടുതൽ സ്യൂട്ടബിളായിട്ട് വരുന്നത്. കാരണം വല്ലാതെ ലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സ്ട്രെസ് ആവും. അപ്പോൾ നമ്മൾ 3ാമത്തെ ആൽബിനോയും ടബിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട്. ഇവർക്ക് സാധാരണ നമ്മൾ നോൺ വെജ് ഫുഡുകളൊന്നും അങ്ങനെ കൊടുക്കാറില്ല, പെല്ലറ്റ് ഫുഡ് തന്നെയാണ് സ്ഥിരമായിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് മണ്ണിരകളൊക്കെ വേണമെങ്കിൽ പിടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഗ്രോത്ത് കിട്ടും. നമ്മളിടയ്ക്കൊക്കെ ചെയ്യാറുണ്ട്, എങ്കിലും സ്ഥിരമായിട്ടൊന്നും ചെയ്യാറില്ല. ഇനി നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന ആ ടബുകളിലേക്ക് 2 സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകളെ ഇറക്കി വിടാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവനെ ഇറക്കി വിടാം. ഇതാണ് സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകൾ, കുറച്ച് സൈസ് ഉള്ളത്. പുള്ളിക്കാരൻ ഓൾറെഡി കിടന്നിരുന്നത് നമ്മളിപ്പോൾ ഇടാൻ പോകുന്ന ആ ഒരു ടബിൽ തന്നെയാണ്. അതുകൊണ്ട് പിന്നെ പുള്ളിക്കാരന് മാറ്റമൊന്നുമില്ല. ആൽബിനോകൾക്കൊക്കെയാണ്, ബാക്കി എല്ലാവരും മാറിയിട്ടുണ്ട്. അവർ കിടന്നിരുന്ന ടബുകളിലല്ല ഇപ്പോൾ നമ്മൾ ഇട്ടിട്ടുള്ളത്, വേറെ ടബുകളിലാണ്. ഇപ്പോൾ ഇതിനെ മാത്രമാണ്, അത് ഓൾറെഡി കിടന്നിരുന്ന ടബിൽ തന്നെയാണ് നമ്മൾ ഇടുന്നത്. കണ്ടില്ല, ആ ടബിൽ തന്നെയാണ് പുള്ളിക്കാരൻ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് തന്നെ നമ്മൾ ഇറക്കി വിടുന്നുണ്ട്. ഇത്തരത്തിലുള്ള ക്യാറ്റ് ഫിഷുകൾക്ക് ഏറ്റവും ഫാസ്റ്റ് ഗ്രോത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നോൺ വെജ് ഫുഡുകൾ കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്, പെല്ലറ്റ് ഫുഡിനേക്കാളും. നോൺ വെജ് ഫുഡുകളാണ് ഫീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മീനുകളെ വളർത്തുമ്പോൾ പല ആൾക്കാരും ഈ ചിക്കൻ വേസ്റ്റ് പോലുള്ള സംഭവങ്ങൾ കൊടുക്കുന്നത്. കാരണം ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം വളരെ എക്സ്പെൻസീവാണ്. അറിയാതെ നമ്മുടെ ചെമ്മീൻ അതുപോലുള്ള സംഭവങ്ങളെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. മഴക്കാലത്താണെങ്കിൽ മണ്ണിരകളെയൊക്കെ പിടിച്ച് കൊടുക്കാം. മഴക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്മീൻ, ചിക്കൻ അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ സ്ഥിരമായിട്ട് ഫീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബൾക്കായിട്ടുള്ള സംഭവങ്ങൾ തന്നെ വേണം. അതുകൊണ്ടാണ് ഈ ക്യാറ്റ് ഫിഷുകളെയൊക്കെ ഇങ്ങനെ ബൾക്കായിട്ട് വളർത്തുമ്പോൾ പലരും ചിക്കൻ വേസ്റ്റ് പോലുള്ള സംഭവങ്ങൾ കൊടുക്കുന്നത്. അത്രയും സംഭവങ്ങൾ കൊടുത്താൽ ഇവർ പെട്ടെന്ന് സൈസ് വയ്ക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ നമ്മുടെ അവസാനത്തെ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷിനെയും ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ല, ഇതെല്ലാം നമ്മുടെ ആൽബിനോകളാണ്. അവരെല്ലാവരും ക്വയറ്റായിട്ട് കിടക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ പുതിയ ഏരിയയിലേക്കാണ് എല്ലാവരും വന്നിട്ടുള്ളത്. അപ്പോൾ അവർ കുറച്ച് സൈലൻ്റ് ആയിരിക്കും. ഇനി കുറച്ച് ദിവസത്തേക്ക് ഫുഡൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്തായിരിക്കും കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ 5 എണ്ണത്തിനെയും ഇൻഡിവിജ്വൽ ടബുകളിലേക്ക് ആഡ് ചെയ്തു. 5 ടബുകളിലായിട്ട് ഇപ്പോൾ ഇവർ കിടക്കുന്നുണ്ട് ഒറ്റയ്ക്ക്. അവസാനത്തെ 6ാമത്തെ ടബ് കാലിയാണ്. ഈ ടബ് ഇതിലേക്കാണ് നമ്മൾ ആൽബിനോ ക്യാറ്റ് ഫിഷിൻ്റെ ഒരു കുഞ്ഞിനെ വാങ്ങിയിട്ട് ഇടാനായിട്ട് പോണത്. അങ്ങനെ ഇതിൽ കിടന്ന് ഇവർ വളർന്ന് കുറച്ച് വലുതാകുമ്പോൾ നമ്മൾ മറ്റേ ടാങ്കിലേക്ക് മാറ്റും. അപ്പോൾ അതായത് നമ്മൾ കംപ്ലീറ്റ് സംഭവങ്ങൾ കവർ ചെയ്ത് കെട്ടി
നെറ്റൊക്കെ ഇട്ട് കവർ ചെയ്തതിന് ശേഷം നമ്മൾ കയറ് വെച്ച് കെട്ടിയിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഓടൊക്കെ വെച്ച് ടൈറ്റ് ആക്കിയിട്ടുള്ളത്. എന്നിട്ടാണ് നമ്മൾ വെള്ളം ടോപ്പപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് ഞാൻ ശ്രദ്ധിച്ചത്, ഞാൻ കയറി വരാൻ നേരത്തെ നമ്മുടെ സ്റ്റെപ്പിൻ്റെ അടിയിൽ 2 പൂച്ചക്കുഞ്ഞുങ്ങൾ ഇരിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നത് തന്നെയാണ്, നമ്മുടെ സിറ്റ് ഔട്ടിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. പല വീഡിയോകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 2 വലിയ പൂച്ചകൾ. അത് ഒരു ഫീമെയിൽ പൂച്ചയാണ്, ഒരു തള്ളപ്പൂച്ചയാണ്. അതിൻ്റെ കൂടെ ഒരു വലുതിനെ കാണാം. അത് വലുതല്ല, സത്യം പറഞ്ഞാൽ കഴിഞ്ഞ പ്രസവത്തിൽ ആ ഒരു തള്ളപ്പൂച്ച പ്രസവിച്ചതാണ്. അത് നമ്മുടെ വീഡിയോകളിൽ രണ്ടേ കണ്ടില്ലേ, ഈ ഇരിക്കുന്നതാണ്. ഇത് തള്ളപ്പൂച്ചയല്ല, തള്ളപ്പൂച്ചയുടെ ആദ്യത്തെ പ്രസവത്തിലുണ്ടായ കുട്ടിയായിരുന്നു ഇപ്പോൾ വലുതായി. പുള്ളിക്കാരൻ ആ 2 കുഞ്ഞുങ്ങൾക്ക് കാവലിരിക്കുന്നതാണ്. തള്ളപ്പൂച്ചനെ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ കാണാനില്ല. ഇവരെ നോക്കേണ്ട ഡ്യൂട്ടി പുള്ളിക്കാരനാണ്. ഞാൻ എന്താണ് ഈ ശ്രദ്ധിച്ച് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെന്താണ് ഇവിടെ ഇരിക്കുന്നത് എന്നാണ്. നമ്മുടെ മീനിൻ്റെ ഏരിയ ആണ് ഇവിടെ. ഇവിടെ അത്ര സേഫ് ആയിട്ടുള്ളൊരു സ്പേസ് അല്ല. കണ്ടില്ലേ, ഇത് ഓപ്പൺ ഏരിയ ആണ്. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ അവിടെ നിന്ന് നീങ്ങാതെ അവിടെ തന്നെ കാവലിരിക്കുന്നത്. ഈ കുഞ്ഞുങ്ങൾ ആ ഒരു തള്ളപ്പൂച്ചയുടെ 2ാമത്തെ പ്രസവത്തിൽ ഉണ്ടായതാണ്. അപ്പോൾ സിറ്റ് ഔട്ടിലായിരുന്നു ഇവരുടെ ലൊക്കേഷൻ. ഇപ്പോൾ ഇവിടേക്ക് മാറിയിട്ടുള്ളതാണ്. എന്തോ പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവർ സേഫ് ആയിട്ടുള്ളൊരു ലൊക്കേഷൻ നോക്കി മാറ്റിയിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഇതൊരു സേഫ് ആയിട്ടുള്ളൊരു ലൊക്കേഷനായിട്ട് നമുക്ക് തോന്നുന്നില്ല. കാവൽക്കാരൻ വില്ലാളി വീരനായതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ ഇവിടെ സേഫ് ആയിട്ടിരിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഈ കുഞ്ഞുങ്ങൾ സിറ്റ് ഔട്ടിൽ ഉണ്ടായിരുന്ന സമയത്തും ഇവൻ അവിടെ കാണാറുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.